ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഇളനീർ പായസമാണ് കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം, എന്നാൽ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. പായസം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 കരിക്കാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ വലുതാക്കി കട്ട് ചെയ്തിരിക്കുന്ന കരിക്കുണ്ടല്ലോ, അത് അധികം ഉണ്ട് കേട്ടോ. അത് നല്ലപോലെ അരച്ചെടുക്കാം. ഈ ചെറുതാക്കി കട്ട് ചെയ്തിരിക്കുന്നതുണ്ടല്ലോ, അത് തരിതരിയായിട്ടും അരച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അടികട്ടിയുള്ള പാത്രമാണ് കേട്ടോ നമ്മൾ പായസം തയ്യാറാക്കുമ്പോൾ എപ്പോഴും എടുക്കേണ്ടത്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കരിക്കിൻ്റെ അതുണ്ടല്ലോ, അത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരല്പം കരിക്കും വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ ഈ ഒരളവിൽ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് അടുത്ത ബൗളിലുള്ള പാലുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു അളവിലാണ് കേട്ടോ പഞ്ചസാര ചേർത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനതിവിടെ ചേർത്തിട്ടില്ല. ഇനി ഇത് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാല് പെട്ടെന്ന് തിളച്ച് പോകാതെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെ പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഇത് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. പാലൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബാക്കി കരിക്കുണ്ടല്ലോ, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരു 10 മിനിറ്റൊക്കെ നല്ല പോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോഴേക്കും ഇത് നല്ല പോലെ ഒന്ന് കുറുകി വരും. ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയതിൻ്റെ പാലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതും ഒട്ടും വെള്ളം ചേർക്കാതെയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒത്തിരി നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂ ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കാം. അതും വളരെ കുറച്ച് നെയ്യ് ചേർത്തിട്ടാണ് കേട്ടോ ഞാനത് ഫ്രൈ ചെയ്തിടുന്നത്. ഇതിൽ ഒത്തിരി നെയ്യുടെ ഫ്ലേവർ വന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ പായസം തയ്യാറായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളുണ്ടല്ലോ തയ്യാറാക്കിയിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ വെച്ച് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുക. ഈ വീഡിയോ ഇഷ്ടമായാൽ വിഷുവിന് ഈ പായസം ഒന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.